കൃഷ്ണദാസ്, ഇവിടെ ഈ പരസ്യത്തിൻ്റെ പിന്നിലത്തെ ഒരു രാഷ്ട്രീയ താല്പര്യം അത് വളരെ പ്രകടമാണ്. ഇപ്പോൾ ശ്രീനിവാസും അത് സൂചിപ്പിച്ചു. കേരള മുഖ്യമന്ത്രിയുടെ ചിത്രമടക്കം ആ കേന്ദ്രത്തിൻ്റെ പരസ്യത്തിൽ ഉണ്ടാവേണ്ടത് തന്നെയായിരുന്നു. ആ നിലയ്ക്ക് അതിനൊരു വിശാല താല്പര്യം പ്രകടമായിട്ടില്ല. ഒന്ന്, ഇങ്ങനെ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഈ ഇത്തരം പരിപാടികളിൽ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ താല്പര്യം പ്രകടമാക്കുന്നതിൻ്റെ ഒരു മുൻ അനുഭവം കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് അരുൺ ഇവിടെ സൂചിപ്പിച്ചു. എനിക്ക് തോന്നുന്നു അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളെ അത് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക പ്രയോഗം തന്നെയായി മാറി. നേരത്തെ അരുൺ അത് പറയുന്നുണ്ടായിരുന്നു. കൃഷ്ണദാസിന് അത് അറിയില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരാം എന്നും പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ട് ആ പരിപാടിയിലേക്ക് BJPയുടെ നേതാവിനെ ഉൾപ്പെടുത്തുന്നു. ഇപ്പോൾ വീണ്ടും അത് ചെയ്യുകയാണ്. ഒരു പരസ്യം വരുന്ന അതേ ദിവസം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഈ പരിപാടിയിലേക്ക് വിളിക്കണമെന്ന് ശഠിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പരിപാടികളൊക്കെ ഡിസൈൻ ചെയ്ത് ആദ്യ അനുഭവമല്ല എന്ന് അരുൺ പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ രണ്ട് തരത്തിൽ കാണാം. ഒന്നുകിൽ നമുക്ക് നമ്മുടെ സൗകര്യപൂർവ്വം നമ്മുടേതായ ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യവുമായി ചേർന്നുകൊണ്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അതിന്റെ രീതികളൊന്ന് നോക്കാം. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയുടെ പ്രോഗ്രാം തയ്യാറാക്കുന്നത് പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിപ്പോ ആരോട് പറയാൻ കൊള്ളാം? അവരെ ഒരു ഉദ്ഘാടകനായി വിളിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇപ്പൊ കേരളത്തിലേക്ക് പ്രധാനമന്ത്രിയെ ആ പരിപാടിയുടെ ഉദ്ഘാടകനായി വിളിച്ചാൽ കേരള ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയാണ് അതിന്റെ പ്രോഗ്രാം തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അയക്കുക. അവിടെ നിന്ന് ആരെങ്കിലും പേര് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കാരണവും കാര്യമൊക്കെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ലെറ്റർ മുഖാന്തരമോ ഇനി അതെല്ലാം നേരിട്ടോ ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്യാം. അത് പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രിയായും ഗവർണറായാലും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഫൈനലൈസേഷൻ നടത്തുന്നത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് അവരുടെ ഓഫീസുകളാണ്. ആ ഓഫീസുകളാണ്. അതിന് PMO ആണെങ്കിൽ PMO. അത് ഇവിടെ നിന്ന് അയക്കുന്ന ഒരു ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്വാഭാവികമായും അതിലൊരു മാറ്റം ഉണ്ടാവുകയോ ഇനി അതല്ലെങ്കിൽ വെട്ടിത്തിരുത്തൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ അങ്ങോട്ട് അയച്ചു എന്നോ അല്ലെങ്കിൽ ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആരെന്ന് പറയാൻ കൊള്ളാം? പ്രധാനമന്ത്രിയാണോ അവിടുത്തെ അധ്യക്ഷൻ തീരുമാനിക്കുന്നത്? പ്രധാനമന്ത്രിയാണോ അവിടെ ചെയറിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരെ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ ഓഫീസാണോ? അവിടെ അയക്കുന്ന ലിസ്റ്റിനനുസരിച്ചിട്ടാണ് അവിടെ ഫൈനലൈസ് ചെയ്യുന്നത്. അവിടെയാണെന്നാണ് സർക്കാർ പറഞ്ഞത്. PMO ആണ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. ആ ലിസ്റ്റിലില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തിയത് അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. ഞാൻ പറയാന്ന് ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ക്ലർക്കന്മാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഒരു സാധാരണ ഓഫീസിലെ ക്ലർക്കിന് പോലും അറിയാം ഒരു പ്രോഗ്രാമിന്റെ ഫൈനലൈസേഷൻ സർക്കാർ തലത്തിൽ നടക്കുമ്പോൾ സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് എന്തൊക്കെ സംഭവിക്കും, സെക്യൂരിറ്റി റീസൺ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം. സെക്യൂരിറ്റി രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തുന്നതും സെക്യൂരിറ്റിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? മിയർ പൊളിറ്റിക്സ് ആണ്. വളരെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമോ ആവശ്യകതയാണ്. അതിൽ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്താത്ത കാര്യം പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നല്ല, അവിടുന്ന് ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല. അവിടേക്ക് പോയതിൽ അവിടേക്ക് അയച്ചത് പ്രതിപക്ഷ നേതാവ് ഉണ്ട്. എനിക്ക് അങ്ങോട്ട് തിരിച്ചൊരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതിപക്ഷ നേതാവിന്റെ പേര് വെട്ടി തിരിച്ചയച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ സർക്കാർ പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്ത് വന്നിട്ടില്ല എന്നേ മന്ത്രി പറഞ്ഞുള്ളൂ. ആ ലിസ്റ്റ് അങ്ങോട്ട് അയച്ചു. ആ ലിസ്റ്റിൽ ഇങ്ങോട്ട് വന്നില്ല. പകരം ഇത് ഉൾപ്പെടുത്താൻ പറഞ്ഞു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തലയിലേക്ക് ഒന്നിടുകയും മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ സർക്കാർ പറയുമോ രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് അയക്കുന്ന ഒരു മിനിമം ധാരണ വെച്ച് താങ്കൾക്ക് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്താൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് പദവിയുള്ള ഒരു ചുമതലയുള്ള ആളല്ലേ? അതുകൊണ്ടാണോ BJP സംസ്ഥാന പ്രസിഡന്റ്? ഞാൻ ശരത്തിനോട് തിരിച്ചു ചോദിക്കും. നിങ്ങൾ രണ്ടും കൂടി പറയരുത്. എങ്ങനെ രണ്ടുമൊന്നല്ല? അല്ലല്ല, ഞാൻ പറയട്ടെ. ഞാൻ പ്രതിപക്ഷ നേതാവല്ല രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖരന്റെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിൽ വരുന്ന പേരല്ലേ? അല്ല, രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഞാൻ വരാമെന്ന് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ വെട്ടി എന്ന് നിങ്ങൾ പറയുന്നത് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ വെക്കാത്തതിന്റെ കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. താങ്കൾ പറഞ്ഞൊരു കേസില്ല. പ്രതിപക്ഷ നേതാവിന്റെ പേര് വെട്ടി എന്ന് പറയാനായിട്ടില്ല നമുക്ക്. ഞാനൊന്ന് പറയട്ടെ. ഇനി രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾ പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഫൈനലായിട്ട് തീരുമാനമെടുക്കേണ്ടത് ഓഫീസാണ്. അതേ നിങ്ങൾ തന്നെ പറയുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ വെക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർബന്ധിച്ച് പറഞ്ഞു. ആരോട് പറഞ്ഞു? നിർദ്ദേശിച്ചു. അരുൺ, നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആവാം. അങ്ങനെയാണെങ്കിൽ മെട്രോയിൽ എങ്ങനെയാണ് അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് വന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ KPCC പ്രസിഡന്റ് വരില്ലേ? CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി വരില്ലേ? മറ്റു അങ്ങനെയല്ലല്ലോ. ഞാൻ പൂർത്തിയാക്കട്ടെ. അതായത് ശരത്തിന്റെ കയ്യിൽ അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ വെക്കാൻ അയച്ച ലെറ്ററും ഇനി രാജീവ് ചന്ദ്രശേഖരനെ വെക്കാൻ പറഞ്ഞ ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കാണിച്ചു. അതെന്ത് വാദമാണ്? അതുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള മന്ത്രി പറഞ്ഞത് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതൊരു യുക്തിസഹമല്ല താങ്കളുടെ വാദം.